ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു ഞായറാഴ്ച കൂടെ കർത്താവിനെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എനിക്കും വളരെ നല്ലവനായിരുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ നാം അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും കർത്താവ് നമ്മളെ ഭദ്രമായി സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് എല്ലാവർക്കും സംഭവബഹുലമായ ഒരാഴ്ചയായിരുന്നു. വിവിധതരമായ കൺഫ്യൂഷൻസ്, വിവിധതരമായ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചു. എന്നാലും കർത്താവിൻ്റെ വളരെ കരുതൽ, സ്നേഹം അനുഭവിപ്പാനും നമുക്ക് ഭാഗ്യമുണ്ടായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ദാസൻ ഫോൺ വിളിക്കുന്നു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടിയ ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാനും സുനത്തും ഒക്കെ അല്ലെ പ്രകാശും, ഇങ്ങനൊരു അവസ്ഥയിൽ ദേവാസനെ കാണുന്നത്. ഉടുപ്പിലൊക്കെ ബ്ലഡൊക്കെ ഒഴുകി, മുഖമൊക്കെ പൊട്ടി, വലിയൊരു ബാണ്ടക്കെട്ടൊക്കെ വെച്ച് കെട്ടി വരുന്ന കണ്ടു. സോ എക്സ്ട്രീംലി നമ്മൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. അപ്പം ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റും. ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു ചെറിയ വ്യത്യാസം സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വൈകുന്നേരത്തിൽ ചവപ്പൊട്ടിയിലൊക്കെ കയറി കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ സംഭവിക്കുമായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ഭക്തനെ, ദൈവം വിളിച്ച ആളുകളെ സൂക്ഷിക്കുന്നത് അത് ഭയങ്കരമായൊരു പ്രോസസ്സാണ്. അപ്പം അതിൽ കൂടെ കടന്നു പോകുന്ന ഒരാളിന് സ്വാഭാവികമായിട്ട് അതിൻ്റെ വേദന, അതിനകത്തുണ്ടായ ഇഷ്യൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ആ വ്യക്തിയോട് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് എന്നാൽ തൻ്റെ പ്രവൃത്തി ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ദൈവം ഏൽപ്പിച്ച പദ്ധതികൾ എന്ത് ചെയ്തിട്ടില്ല, തീർന്നിട്ടില്ല. ഇനിയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂടെ ഒക്കെ എന്നോടും നിങ്ങളോടും ഒക്കെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ പഠിപ്പിക്കുന്നത്. അത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഓരോ പ്രാവശ്യവും മരണം അതിഭയങ്കരമായ അതിൻ്റെതായ എല്ലാ അതിൻ്റെ ഭാവങ്ങളോടും കൂടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പം ഞാൻ പറയാൻ കാര്യം, ഞാൻ അങ്ങനെ അത് ബേസിക്കലി പലവട്ടം ഞാനത് ലിറ്ററലി അനുഭവിച്ചനാണ്. കാരണം വെച്ചാൽ അടുത്ത നിമിഷം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നാളെ നേരം വിളിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തിരിച്ചുവരവുണ്ടാകുമോ, ഇന്ന് രാത്രി വീട്ടിൽ പോകുമോ എന്നൊക്കെ ചിന്തിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും പല തവണയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മോട് തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ദൈവത്തിന് ഇനിയും നിന്നെ എന്തുണ്ട്, ആവശ്യമുണ്ട്. അത് തരുന്നൊരു കംഫർട്ടുണ്ട്, അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് തരുന്ന ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ അത് തരുന്ന ഒരു വലിയ ദൗത്യവുമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഓരോ ദിവസവും ഇപ്പം ജീവിതത്തിൻ്റെ കടുത്ത പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് കൂടുതൽ എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനെന്നുള്ളൊരു ത്വര, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറയുന്നത് ഇനി അടുത്ത ദിവസങ്ങളൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യം മനസ്സിനെ അലട്ടുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മളും പൂർണ്ണമായി ചെയ്തു തീർക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിച്ചു വന്നിരുന്ന വേദഭാഗം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ദൈവരാജ്യം അല്ലെങ്കിൽ സകല മനുഷ്യരും നന്നായി ജീവിക്കുന്ന, സകല ആളുകളും സമാധാനത്തോടെ വാഴുന്ന, ദൈവം താൻ നേരിട്ട് ഭരിക്കുന്ന, സമൃദ്ധമായ, സന്തോഷമായ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും സുഖ സൗഭാഗ്യങ്ങളുള്ള, നീതിയും സമാധാനവുമുള്ള ഒരു രാജ്യം, ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന, വിശ്വസിച്ചിരുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിശേഷം, ഒരു സാംസ്കാരിക ഉത്സവമാണ് ഇന്ന് കേരളം മൊത്തം എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പെന്തക്കോസ്തരെ വളരെയധികം ഒപ്പോസ് ചെയ്യുന്ന, പറ്റുമെങ്കിൽ മുമ്പോട്ട് വന്ന് വണ്ടിയിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ വല്ലവരും പിടിച്ച് കേട്ടിയാലും ശരി, ഇനി ഒരു ഞാനായിട്ട് ഇനി മുമ്പോട്ട് തിരിഞ്ഞിരിക്കുന്നില്ല, പുറകോട്ട് തിരിഞ്ഞിരുന്ന് കളയാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഇതിനൊന്നും അംഗീകരിക്കുന്ന ആളുകളാണ്. നല്ല കാര്യം, അതങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ്, അതിനകത്തൊന്നും നമുക്ക് വേറെ നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് കാലാകാലങ്ങളായിട്ട് കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ എന്ത് ചെയ്യണം, സമാധാനമുണ്ടാകണം, ഐശ്വര്യമുണ്ടാകണം, നന്നായിട്ട് പോകണം, നീതി ഉണ്ടാകണം എന്നൊക്കെ വിശ്വസിക്കുന്ന ആ കോൺസെപ്റ്റിൽ നിന്ന് ഉടലെടുത്തതാണ് ഇങ്ങനെയുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ. അപ്പം നമ്മളും വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം വെച്ച് ദൈവത്തിന് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വസ്ഥമായും സമാധാനപരമായും ഒരു ജീവിതം നമുക്ക് തരാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സോ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ദൈവം നമുക്ക് ശക്തി തരട്ടെ. കൂടുതൽ പഠിക്കാനും ഒക്കെ ഭാഗ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കും. നമ്മൾ വായിച്ചുകൊണ്ട് വന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 26, 27, 28 വാക്യങ്ങളാണ്. കൂടാതെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം. ഞാനത് പറഞ്ഞ് ഒന്ന് പെട്ടെന്ന് ഞാൻ ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കും. കാരണം 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യം. നമ്മൾ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റഡിയും കൂടിയാണെന്ന് എനിക്കറിയാം. കാരണം അതിനകത്ത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ കൂടെ ഒക്കെ വരും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനോ പൂർണ്ണമായി വിശ്വസിക്കാനോ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടമല്ല എന്തോ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചില ഏരിയയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു തിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കാനൊക്കത്തില്ല. ഞാൻ അതിനകത്ത് കുറച്ച് പ്രാക്ടിക്കലും ഒക്കെ ചേർത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. തിയോളജിക്കൽ ഡിസ്കഷനിലോട്ട് പോയാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതെ ബോധപൂർവ്വം ചില ഭാഗങ്ങൾ ഒഴിവാക്കി ആവശ്യമായത് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇന്നത് പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത ആഴ്ച നമ്മൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് ഇതിൻ്റെതായ അടുത്തൊരു കണ്ടിന്യൂഷനിലേക്ക് നമ്മൾ പോകും. പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് പോകുമെന്ന് ആശംസിക്കും, ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാം, അല്ല വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം. മറ്റേത് മീൻസ് ലൈക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 നമ്മൾ സ്ഥിരമായി വായിക്കുന്നതായതുകൊണ്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചോളൂ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശ പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഒറിജിനൽ ഇന്റന്റ് എന്ന് പറയുന്നത്, ദൈവം ഒരു മനുഷ്യനെ അല്ലെ ദൈവം മാനവരാശിയെ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള കാര്യമെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഭൂമിയിലെ സകല ചരാചരങ്ങളിന്മേലും സകലത്തിന്മേലും എന്ത് ചെയ്യട്ടെ വാഴട്ടെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥിരമായി പറഞ്ഞു വന്ന കാര്യമാണ്. ഈ ഭൂമിയിലെ വാഴ്ച ദൈവം കൊടുത്തിരിക്കുന്നത് പിശാചനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിനല്ല, മറിച്ച് ആർക്കാണ്? മനുഷ്യനാണ്. ദൈവം പോലും നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, തന്റെ കർത്തൃത്വം ഈ ഭൂമിയിൽ നടത്തുന്നില്ല. തിയോളജിക്കൽ എന്നോട് ആരും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ചലിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ദൈവം ആരിൽ കൂടിയാണ് ചെയ്യുന്നത്? മനുഷ്യരിൽ കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിന്റെ ഓരോ സമയത്തും ഭൂമിയിൽ ഒരു ആവശ്യം വരുമ്പം, ഒരു പ്രാർത്ഥന വരുമ്പം, ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യം വരുമ്പം ദൈവം ആളുകളെ എന്ത് ചെയ്യുന്നത്? എഴുന്നേൽപ്പിക്കുന്നത്. ഉദാഹരണം, മോശയോടായാലും ദൈവം പറയണം, നീ എന്ത് ചെയ്യുക? സമുദ്രത്തോട് എന്ത് ചെയ്യുക? കൽപ്പിക്കുക. നീ പാറയോട് എന്ത് ചെയ്യുക? കൽപ്പിക്കുക. അല്ലെങ്കിൽ രാജാവിനോട് എന്ത് ചെയ്യുക? സംസാരിക്കുക. ദൈവത്തിന് പറയാൻ അറിയാമല്ല. ദൈവത്തിന് ഓരോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂര്യനോട് എന്ത് ചെയ്യുക? നിൽക്കാൻ പറയാൻ ദൈവത്തിന് നിർത്താൻ അറിയാൻ വേണ്ടല്ല. പക്ഷേ ഈ സകല സംവിധാനത്തിന്മേലും ദൈവം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കൊണ്ട് ചരിത്രത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ചലിക്കാൻ, കാര്യങ്ങളെ ചലിപ്പിക്കാൻ ദൈവം ആരോട് സംസാരിക്കുകയാണ്? ദൈവം തന്റെ ഭക്തന്മാരെ സമയാസമയങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വാഴാനായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ മേൽ ആരും കയറി വാഴാനല്ല, മറിച്ച് നമ്മുടെ എതിർ നിൽക്കുന്ന, നമുക്ക് വിരോധമായി നിൽക്കുന്ന സകല സംവിധാനങ്ങൾക്കും മേതെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം എക്സസൈസ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടെന്നുള്ള കാര്യം ദൈവത്തിന്റെ ഒറിജിനൽ ഇന്റന്റ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഇന്ന് നമുക്ക് വായിക്കാൻ പോയിട്ട് പോകാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം ഓടിച്ച് വായിച്ചിട്ട് അവസാനത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് ക്ലോസ് ചെയ്യാൻ പറ്റും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. Now then we are ambassadors for Christ. Okay. ദൈവത്തോട് നിരന്നുകൊള്ളുവേൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. Okay, now then we are ambassadors for Christ, as though God were pleading through us. God were pleading through us. We implore you in Christ's behalf, be reconciled to God. അവിടെ 2-3 ടെക്നിക്കൽ ലീഗൽ പദങ്ങൾ ഉപയോഗിച്ചാണ് പൗലോസ് ആ സാധനം എഴുതി വെക്കുന്നത്. അപ്പൊ അതിന്റെ ലീഗാലിറ്റി കേട്ടോ, ടെക്നിക്കൽ എന്നുവെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന 2 ഗ്രീക്ക് വാക്കുകളും വേറെ എങ്ങും വേദപുസ്തകത്തിൽ പരാമർശിച്ചേയില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം, സമയമുണ്ടെങ്കിൽ തൊട്ട് വരാം. വേറെ എങ്ങും ഈ പറയുന്ന 27 പുസ്തകത്തിലും പുതിയ നിയമത്തിൽ എങ്ങും തൊടാത്ത, ഉപയോഗിക്കാത്ത 2 പർട്ടിക്കുലർ ലീഗൽ വാചകങ്ങൾ ഉപയോഗിച്ചാണ് പൗലോസ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പുറകോട്ട് പോകുന്നു, നമ്മൾ പറഞ്ഞു വെച്ച ഭാഗത്തേക്ക്. അപ്പം നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആർക്ക് പകരമാണ്? ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് പകരമായി. അപ്പൊ ക്രിസ്തു ഇല്ല ഇവിടെ. ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരമായിട്ട്
ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ടൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ആക്കി വെച്ചു. ആരാക്കി വെച്ചു? അംബാസഡേഴ്സ് ആക്കി വെച്ചു. ഈ അംബാസഡർ എന്ന് പറയുന്ന പദം 2 പ്രാവശ്യമേ ബൈബിളിൽ പുതിയ നിയമത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അത് പൗലോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നു, അവിടെ കിടന്നു പറയാൻ ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആരായിട്ടാണ്? ദൈവത്തിന്റെ അംബാസഡർ ആയിട്ടാണ് കിടക്കുന്നത് പറഞ്ഞ് പൗലോസ് എഴുതിയ വാക്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു വെച്ചു. ഞാൻ പോട്ട് ഓടട്ടെ. അപ്പം പറഞ്ഞ ഭാഗം ഇതാണ്. അപ്പൊ ഒരു അംബാസഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തുവിന് പകരമായിട്ട്. അപ്പൊ ആരില്ല ഇവിടെ? ക്രിസ്തു ഇവിടെ എന്തില്ല? ഇല്ല. പിന്നെ ആരാ നിൽക്കുന്നത്? നമ്മളാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് അയക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, അമേരിക്കയ്ക്ക് ഇവിടെ എന്തുണ്ട്? അംബാസഡർ ഉണ്ട്. അമേരിക്ക ഇവിടെ എന്തുണ്ട്? എംബസി ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളെ വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. അപ്പൊ നമ്മളൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞു. ഒന്ന്, നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെങ്കിൽ ആരാണ് അയക്കുന്നത്? ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജ്യമാണ് എന്ത് ചെയ്യുന്നത്? അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ അയച്ചിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ടോട്ടൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു അംബാസഡർ ആയിട്ട് അമേരിക്കയിൽ നിന്ന് അയക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ തൊട്ടാൽ ആരെ തൊടുന്നവനാണ്? അമേരിക്കയിൽ തൊടുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അംബാസഡറെ വിളിച്ചു വരുത്തി ചീത്ത വിളിച്ചാൽ, ഇവിടുത്തെ ഒരു അംബാസഡർ റോഡെ വെച്ച് വഴക്കുണ്ടാക്കിയാൽ, ഇവിടുത്തെ അംബാസഡറെ വഴി വെച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? അത് അമേരിക്കയെ തൊടുന്ന പോലെ ആയതുകൊണ്ട് തന്നെ അതൊരു ഗുരുതരമായ അന്താരാഷ്ട്ര വിപത്ത് എന്ത് ചെയ്യും? ഉണ്ടാക്കി വെക്കും. അതിനകത്ത് ഒരു പരിധി വരെ, ഏത് കഠിനമായ യുദ്ധം വരെ എന്ത് ചെയ്യാം? ഒരു ഇഷ്യൂവിൽ എന്ത് ചെയ്യാം? ഉണ്ടാകാമെന്ന് നമുക്കറിയാവുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ദൈവം അയക്കുന്ന എന്നെയും നിങ്ങളെയും, ദൈവമാണ് വിളിച്ച് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, നമ്മളൊരു പർപ്പസിലാണ് പാലക്കാട് താമസിക്കുന്നതെങ്കിൽ, നമ്മളൊരു പർപ്പസിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഉദ്യമത്തിലാണ്, ഒരു പ്രത്യേക പ്രോജക്റ്റിലാണ് ഇന്ത്യയിൽ താമസിക്കുമെങ്കിൽ, നമ്മുടെ രോമത്തിൽ തോലും തൊടുവാൻ ആർക്ക് പറ്റുകയില്ല? ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നാം ഒരു ഡിവൈൻ അസൈൻമെന്റിലാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മളെ ദൈവം ഒരു പർട്ടിക്കുലർ പദ്ധതിയിലാണ് പാലക്കാടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നിന്റെ ഭവനത്തിനോ നിനക്കോ വിരുദ്ധമായി നിൽക്കുവാൻ, പദ്ധതി ഇടുവാൻ, ഇളക്കുവാൻ, ബഹളം വെക്കുവാൻ ഒന്നും ഒരുത്തരും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ലെന്ന കാര്യം ഇന്ന് ഞായറാഴ്ച എന്തിനും ഒന്നുകൂടെ മനസ്സിൽ എന്തിനും ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നീ ആരാലാണ് അയക്കപ്പെടുന്നത്? ദൈവത്താൽ നേരിട്ട് അയക്കപ്പെടുന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. നിങ്ങൾ പോകുന്നിടത്ത് ചെയ്യണം? ഫലം ഉണ്ടാകണം. എന്ത് ചെയ്യണം? ആ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കേണ്ടതിന് നിങ്ങൾ എന്ത് ആക്കി വെച്ചേക്കും എന്ന് പറഞ്ഞാൽ, ഈ പാലക്കാട് നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ വന്ന് അതിനെല്ലാം കറങ്ങി തിരിഞ്ഞു പോകാനല്ല, ഇതിലെ കടം കയറി മുടിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു പോകാനല്ല, മറിച്ച് നിങ്ങളെ ദൈവം ഒരു പദ്ധതിക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കണം. നാട്ടുകാർ കാണണം. അത് ഞാൻ പറയുന്ന ആശയം കൃത്യമായി മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രദേശത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫലം കായ്ക്കാനാണ്. ആ ഫലം 100% വരും കാലത്ത് ആളുകളെ കാണിക്കാനാണ്. ദൈവത്തിന് അതിൽ കൂടെ മഹത്വം ഉണ്ടാകാനാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയെ നിശ്ചലപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? ഓർത്തോണം. കാരണം നിങ്ങൾ ഒരു പർപ്പസിലാണ് അയക്കുന്നത്. 2, അംബാസഡറുടെ മൊത്തം കവറിങ് ആരുടെ എന്നറിയാമോ? എംബസിയുടെ, അല്ലെ രാജ്യത്തിന്റെ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു അംബാസഡർ, അമേരിക്കയിൽ നിന്ന് വരുന്ന അംബാസഡർ, ഇന്ത്യയിൽ താമസിക്കുന്ന അംബാസഡർക്ക് ഒരു ലൈഫ് സ്റ്റൈല്, അയാൾ ആഫ്രിക്കയിലാണെങ്കിൽ വേറൊരു ലൈഫ് സ്റ്റൈല്, അയാൾ ബംഗ്ലാദേശിലാണെങ്കിൽ കഞ്ഞിയും വെള്ളമില്ല, ഇനി അയാൾ നേപ്പാളിലാണെങ്കിൽ ഒരു രീതി ശമ്പളവും ഇല്ലാതെ സൈക്കിളിൽ നടക്കുന്ന അങ്ങനെയൊന്നുമില്ല. അയക്കപ്പെടുന്ന രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവനെ കവർ ചെയ്താണ് ആര് വിടുന്നത്? ആ രാജ്യം വിട്ടേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്നത് പാലക്കാടാണോ, നിങ്ങളായിരിക്കുന്നത് തൃശ്ശൂരിലാണോ, നിങ്ങളായിരിക്കുന്ന മലയുടെ മണ്ടയിലാണോ, അവിടെ വെള്ളമുണ്ടോ, അല്ലെങ്കിൽ ആറുണ്ടോ, സമ്പാദ്യമുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. ദൈവമാണ് നിന്നെ ഒരു പ്രദേശത്ത് അയക്കുന്നതെങ്കിൽ 100% നിനക്ക് ആവശ്യമായ സകലതും തന്ന് പരിപാലിക്കുവാൻ, നിന്നെ സമൃദ്ധമായി നടത്തുവാൻ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് നടത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ സ്റ്റാൻഡേർഡ് അല്ല അവിടെ വിഷയം. അതുകൊണ്ട് പറഞ്ഞ് ആ ദേശത്ത് അബ്രഹാമിന്റെ കാലത്തുണ്ടായതിനേക്കാൾ മഹാക്ഷാമം ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു? ആ ദേശത്ത് ആര് വിതച്ചു? ഇസ്ഹാക്ക് വിതച്ചു. എത്ര മേനി കൊയ്തു? 100 മേനി കൊയ്തു. ദേശത്ത് ക്ഷാമമുണ്ടോ എന്നുള്ളതായ വിഷയം, ദേശത്ത് എന്ത് നടക്കുന്ന വിഷയമല്ല, മറിച്ച് ദൈവം നിന്നെ ഒരു പ്രദേശത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പദ്ധതിയിലാണ് ആക്കി വെച്ചിട്ടുള്ളതെങ്കിൽ 100% നീ താമസിക്കുന്ന സാഹചര്യങ്ങളും നീ താമസിക്കുന്ന ചുറ്റുപാടുകളും അല്ല അവിടെ കാര്യം. അയച്ച ദൈവത്തിന്റെ പദ്ധതി നടപ്പിൽ വരിക എന്നുള്ളതാണ്.
ഞാൻ പറയുന്നത് പിന്നെയും മനസ്സിലാകുമെന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ കടുത്ത സാഹചര്യങ്ങൾ എന്ത് ചെയ്യരുത്, അത് വിറങ്ങലിച്ചു പോകരുത്. ജീവിതത്തിന്റെ കടുത്ത സാഹചര്യങ്ങളിൽ തളർന്നു പോകരുത്. ദൈവം നിന്നെ ഒരു അംബാസഡറായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ വിടുവിക്കുകയും നടത്തുകയും നിർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. കാരണം നീ നന്നായിട്ട് നിൽക്കുന്നത് ആരുടെ താല്പര്യമാണ്? ദൈവത്തിന്റെ താല്പര്യമാണ്. കാരണം എംബസി പൊളിഞ്ഞു പോയാൽ പിന്നെ ആ രാജ്യത്തിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ പിന്നീട് മുമ്പോട്ട് നമ്മൾ പറഞ്ഞു പോയി, ഈ വരുന്ന അംബാസഡർ ഒരിക്കലും ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ വന്ന ഒരു അംബാസഡർ താമസിക്കുന്നു, ഒരു 50 വർഷം കഴിഞ്ഞു, 60 വർഷം കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞാൽ 10 വർഷത്തെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്തു, അമേരിക്കൻ പാസ്പോർട്ട് തിരിച്ചയച്ചു കൊടുത്തു. എനിക്ക് ഇതിന്റെ പാസ്പോർട്ടും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ പുള്ളി അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഒരു കുറിയൊക്കെ വരച്ച് 2 ഇവിടുത്തെ ഉടുപ്പും തുണിയൊക്കെ വലിച്ചു കെട്ടി പുള്ളി ഇവിടുത്തെ ആളായിട്ട് എന്ത് ചെയ്യുന്നില്ല, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ് ജീവിക്കാറില്ല. അദ്ദേഹം ജോലി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മടങ്ങിപ്പോകും. അയച്ചതാണെങ്കിൽ എപ്പോഴേ മടങ്ങത്തുള്ളൂ, ജോലി കഴിയുമ്പോഴേ മടങ്ങുള്ളൂ. ഒരു രാജ്യത്തെ അംബാസഡർ അവിടുത്തെ യുദ്ധത്തിൽ അല്ല അവിടുത്തെ സിറ്റിസണായിട്ട് അവിടെ അങ്ങ് പട്ടുപോകത്തില്ല. മറിച്ച് ദൈവമാണ് നിന്നെ അയച്ചതെങ്കിൽ 100% ആ സ്ഥലത്തെ, ആ കുടുംബത്തെ, ആ ഏരിയയിലെ പ്രൊജക്ട് കഴിയുമ്പോൾ നിശ്ചയമായും എന്ത് ചെയ്യും, മടങ്ങിപ്പോകും. ഞാൻ പറയാം, അതിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഇന്ന് അമേരിക്കയില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കലാപം ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടായെന്ന് വെക്കുക, ഭയങ്കരമായ ഒരു കലാപം. ഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഇന്ത്യയിലെ എംബസികളെല്ലാം നിൽക്കുന്നത്. നിങ്ങൾ പോകണമെങ്കിൽ ചാണക്യപുരി എന്ന സ്ഥലത്താണ് ലോകത്തെ എല്ലാ എംബസികളും ഡൽഹിയിൽ അവിടെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. വളരെ ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്, സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ് ചാണക്യപുരിയിൽ. നിങ്ങൾ ഓട്ടോ പോലും അതിൽ ചുമ്മാ നടന്നാൽ പോലും തല്ലുകൊള്ളും, മനസ്സിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഉദാഹരണം ചിന്തിച്ച് നോക്കാം, ലോകത്തിന്റെ എല്ലാ രാജ്യത്തെ അംബാസഡർമാരും അവിടെ ഉണ്ട്, എംബസികൾ അവിടെ ഉണ്ട്, റെപ്രസെന്റേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബോംബ് ആദ്യം വീണാൽ, ഇപ്പൊ പാകിസ്ഥാനിനോട്ടൊരു മിസൈലോ അല്ല വേറെ എന്തെങ്കിലും വീണാൽ ആദ്യം നിശ്ചലമാകുന്ന ഏതായിരിക്കും അറിയാമോ? ചാണക്യപുരി MTO. എന്താ കാര്യം എന്നറിയാമോ? ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലെയും ഡിഫൻസിന്റെ ഫ്ലൈറ്റോ സാധനങ്ങൾ എവിടെ എത്തും? ഡൽഹി വരും. ഫസ്റ്റ് ഇവനെ ആയിരിക്കും എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. ആ രാജ്യത്തിന്റെ അംബാസഡറും സിസ്റ്റവും പോയ ശേഷം മാത്രമേ ആ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നിന്റെ സെക്യൂരിറ്റി എന്താണ്? 100% അഷ്യൂർഡ് ആണ്. എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, ദൈവം നിലൂടെ ചലിക്കുന്നു എന്നുള്ളതാണ്. 100% സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, ആര് നിനക്കെതിരായി എന്നുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം നിനക്ക് വിരുദ്ധമായി ചലിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്യും, സൈന്യം ഇറങ്ങി തുടങ്ങും. അനുഭവത്തിന്റെ വിവിധ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംസാരിക്കും. ഞാൻ തിയോളജി മാത്രമല്ല പറഞ്ഞു പോകുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു പോകുന്നതാണ്. ഇനി അതിന് ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, അത് അവസാനിപ്പിക്കണം. ഒന്ന്, അപ്പൊ ഇതെല്ലാം പറഞ്ഞ ഏറ്റവും അവസാന പോയിന്റ്, കമ്മിറ്റഡ് ഓൺലി ടുവേർഡ്സ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു അംബാസഡറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ഓൺലി ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അയക്കപ്പെട്ട രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് ആണ്. ആരുടെ ഇൻട്രസ്റ്റ്? അംബാസഡർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇന്ത്യയുടെ അംബാസഡർ ആണ് പിടിക്കും. ഇന്ത്യയുടെ അംബാസഡറായിട്ട് എന്നെ എന്ത് ചെയ്തു, നേരെ നേപ്പാളിലോട്ട് പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡൽഹിയിൽ കർഷക സമരം നടക്കുന്നത്. കർഷക സമരം ഭയങ്കരമായിട്ട് നടക്കുന്നു, ഭയങ്കര റാലി നടക്കുന്നു. ലോറിയിലും വണ്ടിയിലും ട്രാക്ടറിലും ഒക്കെ കൊണ്ടുവന്ന് ഡൽഹിയിൽ ആളുകൾ വന്ന് തമ്പടിച്ച് പോലീസുമായിട്ട് ടെൻഷൻ, ഫൈറ്റ്, ടിയർ ഗ്യാസ്, ബഹളമൊക്കെ നടക്കുവാണ്. എല്ലാത്തരം പോലെ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സുകാർക്ക് 2 അഭിപ്രായം. ഒരു ആൾ പറയും ഈ സമരം എന്താണ്, തെറ്റാണ്, ഇതിങ്ങനെ പാടില്ല, ആനയാണ് പൂനെയാണ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കും. കുറെ ആൾക്കാർ പറയും ഈ സമരം ശരിയാണ്, ഞങ്ങൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോവാണെന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പ് പ്രബലമായി വരും. ഞാൻ ഇവിടുത്തെ അംബാസഡറായിട്ട് നേപ്പാളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ അംബാസഡർ അമേരിക്കയിൽ ഇരിക്കുക. എന്നെ കാണാനായിട്ട് അമേരിക്കയിലെ കുറെ പത്രക്കാർ വന്ന് ചോദിച്ചു, ഇപ്പം താങ്കൾക്ക് ഡൽഹിയിൽ നടക്കുന്ന ഈ പറയുന്ന നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അത് എന്റെ അഭിപ്രായത്തിൽ ശരിയാണ്. അങ്ങനെ വന്നോ? എനിക്കെന്തോ അഭിപ്രായം അവിടെ? എന്റെ അഭിപ്രായം ഒന്നും അവിടെ വിലയുള്ള കാര്യമല്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്നെ അയച്ചത് അതാണ്, രാജ്യമാണ്, രാജ്യത്തിന്റെ മെസ്സേജാണ് പറയേണ്ടത്. ഒരു പക്ഷെ എനിക്ക് ആ സബ്ജക്റ്റിനകത്ത് വേറെ വല്ല അഭിപ്രായമൊക്കെ കാണുമായിരിക്കും. ഇങ്ങനെയാണേ കൊള്ളായിരുന്നു, അങ്ങനെയാണെന്ന് കൊള്ളായിരുന്നു, അത് അങ്ങനെ വേണ്ടായിരുന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒന്നും പറയാൻ ഇവിടെ വകുപ്പില്ല. വകുപ്പ് ഏതേ ഉള്ളൂ, അയച്ച രാജ്യത്തിന് ഇൻട്രസ്റ്റ് മാത്രമേ പ്രസംഗിക്കാൻ എത്തിയത്തുള്ളൂ, പറ്റുകയുള്ളൂ. അവിടെയാണ് നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നത്, പരാജയപ്പെട്ട. 2-3 കാര്യം മുമ്പോട്ട് പോയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വായിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 അധ്യായം 50 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 12, 49-50 വാക്യങ്ങൾ.
യോഹന്നാൻ 12:49. ഞാൻ യേശുക്രിസ്തു പറയാണ്, ഞാൻ സ്വയമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആ ആ ആഹാ കർത്താവ് പറയാണ്, ഞാൻ ഇവിടെ വന്ന് ഈ 3-3.5 കൊല്ലം ഇങ്ങനെ പ്രസംഗിച്ച് നടന്നപ്പോൾ ഒന്നും എനിക്കിങ്ങനെ സ്വയമേ ഒന്നും ചെയ്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ അയച്ച പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. സംശയമുണ്ടോ? വായിക്കാൻ മുമ്പോട്ട് വായിച്ചു തീർന്നോ? 19 വായിച്ചോ. ആ, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എന്ത്? നിത്യജീവൻ. വായിച്ചോളൂ. ആ ആ ഞാൻ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒരു വാക്കൂടെ വായിക്കാം. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്ന നീ എന്ത് ചെയ്യുന്നില്ലോ, വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 20-21 വാക്യം. യോഹന്നാൻ സുവിശേഷം 20-21 വാക്യം. സമയം അവസാനിക്കുന്ന 20-21 വാക്യങ്ങൾ വായിച്ചോട്ടെ. ഇത് പറഞ്ഞിട്ട് ആ അതാണോ ഞാൻ എഴുതിയ വാക്യം തെറ്റിയുണ്ടോ? ഓക്കെ, ഫൈൻ, വിട്ടേക്ക്. എനിക്ക് വല്ല ഏതാ? ഫൈൻ. വാക്യം ഏതാ? 21. ഓക്കെ, ഫൈൻ. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ എങ്ങനെ നിങ്ങൾക്ക് തോന്നി പറഞ്ഞു നടക്കാനോ? എന്റെ അഭിപ്രായത്തിൽ എന്തോ അഭിപ്രായം? തന്റെ അഭിപ്രായമാണ് ചോദിച്ചത് ഇവിടെ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കണം, ഫേസ്ബുക്ക് എടുത്ത് നോക്കണം, ഓരോരോ വിവരണങ്ങളാണ് വേദപുസ്തകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ച് കയ്യാലെ കൂടെ ഇങ്ങനെ അങ്ങ് പോവാണ്. എന്തിനാണ് പഴയ നിയമത്തിലെ 4000 വർഷത്തെ ചരിത്രം എഴുതി വെച്ചേക്കെന്ന് അറിയാമോ? 4000 വർഷം ദൈവം എങ്ങനെയാണ് തലമുറകളോട്, പിതാക്കന്മാരോട്, രാജ്യങ്ങളോട് ഇടപെട്ടെന്നുള്ള ദൈവത്തിന്റെ മനസ്സാണ് എഴുതി വെച്ചേക്കുന്നത്. ദൈവം ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് മലാഖി വരെയുള്ള ഭാഗത്ത് ദൈവം എങ്ങനെ ചരിത്രത്തിൽ ഇടപെട്ടു, ദൈവം എങ്ങനെ ഓരോ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പം ദൈവത്തിന്റെ മനസ്സ് നമുക്ക് ബോധ്യമാകും. അത് ബേസ് ചെയ്താണ് ഒരു കാര്യം സംസാരിക്കേണ്ടത്. അല്ല നമ്മളൊരു കാര്യം, ഒരു വാക്യം വായിച്ചു, ഒരു തിയോളജി കിട്ടി, ആ തിയോളജി വെച്ച് നമ്മൾ അങ്ങ് തകർക്കുമല്ല. അതിന് കാരണം വെച്ചാൽ നമ്മുടെ കുറെ ഈ പറഞ്ഞ തിയോളജിസ്റ്റുകളും കുറെ ഈ ജിംനാസ്റ്റിക് വ്യാഖ്യാനക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജിംനാസ്റ്റിക് സംശയം ഉണ്ടെന്നുണ്ട്. ഇപ്പൊ പാലക്കാട് സർക്കസ് വന്നിട്ടുണ്ട്, പോയി കാണണം പോയിട്ടെങ്ങാനും. കാരെ ചാടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് 4 കാലം നിൽക്കും. എന്നുവെച്ചാൽ ഭയങ്കര വിഷമിച്ചാണ് ചാടി വരുന്നത്. ഇങ്ങനെ ചാടി വരുന്ന കുറെ തിയോളജിക്കാരുണ്ട്. ഏതൊരു വാക്യം വായിച്ച് ഇതിലേ പോയി കറങ്ങി കുത്തി താഴെ വന്നു. എടാ നേരെ വായിച്ചോ, നേരെ വായിച്ചു നോക്ക്, കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കുമല്ലോ. ഇത് മനസ്സിലാക്കാൻ ആരാ ഉള്ളത്? അതിന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പുസ്തകം ഇത് സാധാരണക്കാരുടെ ബുദ്ധിയിൽ എന്ത് മനസ്സിലാകത്തില്ല. ശരിയാണ്, ഇത് ഭയങ്കര അഗാധമായ കാര്യങ്ങൾ. ശരിയാണ്. അപ്പം ദൈവം മഹാ വിവരം കെട്ടവനായി പോയി എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതി തരാനായിട്ട്. ദൈവം എഴുതി എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. എന്റെയും നിങ്ങളുടെയും ഭാഷയിൽ നമ്മളെക്കാൾ എത്രയോ പുറകെ കിടന്ന വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത എഴുത്തും വായന അറിയാത്ത അണ്ണന്മാർക്ക് എഴുതി കൊടുത്ത പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നീ ഇത് കോംപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് പിന്നെ മനസ്സിലാകുന്നു. നിങ്ങൾ ഇതിങ്ങനെ പൊളച്ച് ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുക. കോംപ്ലിക്കേറ്റ് കാര്യമൊന്നുമില്ല, വളരെ നിർമ്മലമായ കാര്യം എഴുതി വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അയക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയിട്ട് ഇപ്പൊ കേട്ടില്ലേ, ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറി അങ്ങോട്ട് ഇരുന്നപ്പോൾ ശബ്ദം കേട്ടു. ശരിയായിരിക്കും, ബാത്റൂമിൽ ഇരുന്ന ശബ്ദമൊക്കെ കേൾക്കും. അത് തലേ ദിവസം പരിപാടി പോലെ ഇരിക്കും. രാവിലത്തെ ശബ്ദത്തിന് തീർക്കുന്നത് എന്താണ്? അതിന്റെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ. ഞാൻ അങ്ങനെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പം എന്ത് കേട്ടു? ഇവിടെ വേദപുസ്തകമുള്ള വല്ലതും പറയാൻ നോക്ക്. പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം, എന്റെ പിതാവ് എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഞാനും നിങ്ങളെ അയക്കുന്നത് എന്ത് പറയാനാ? എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കാം. നിങ്ങൾക്ക് തോന്നിയത് പറയാനൊന്നുമല്ല, പുസ്തകത്തിൽ എഴുതിയ കാര്യം മാത്രം അങ്ങ് പറഞ്ഞാൽ മതി.
അത് പറയുമ്പോൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പലതും പറയാതെ പോകുന്നത്. ഞാൻ എൻ്റെ വാക്കിൽ വായിച്ചിട്ട് പോയിട്ട് വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. മത്തായി 16:33. 6:33. ഓക്കെ, 6:33. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. വായിച്ചു. കർത്താവ് പറയുന്ന പ്രയോറിറ്റി എന്താണ്? നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിക്കണമെന്നും പറഞ്ഞു എന്ത് വേണേലും അന്വേഷിക്കാം. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, എന്ത് വേണേലും. പക്ഷേ മുമ്പേ എന്ത് ചെയ്യുക? അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്പൊ നമ്മുടെ ലൈഫിന്റെ പ്രയോറിറ്റി എന്താണ്? സീക്ക് ദ കിങ്ഡം. എന്താ അന്വേഷിക്കുക? ദൈവരാജ്യം അന്വേഷിക്കുക. പിന്നെ നിങ്ങളിപ്പോ ഇത് പറഞ്ഞത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം എന്താ പറയാൻ കഴിച്ചാൽ നമ്മുടെ ഈ വാക്യത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. കാരണം അത് ഞങ്ങൾ അങ്ങനെ അത്ര 100% അങ്ങോട്ട് വരാനൊക്കത്തില്ല. കാരണം ദൈവരാജ്യം ഇങ്ങനെ ഒരു മരീചിക പോലെ നിൽക്കുന്നൊരു വിഷയമാണ്. നമുക്ക് രണ്ട് കാര്യം വേദവസനത്ത്. അതിനകത്ത് വിഷയം വെച്ചാൽ നമ്മുടെ മനസ്സ്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും ഒന്നും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. കാരണം ആൾക്കാർ വിചാരിക്കും ഈ പുള്ളി സ്വർഗത്തിനെതിരും സ്വർഗത്തിൽ പോകുന്നതിനെതിരും ഒക്കെ ആണെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ ഒരാളൊന്നുമല്ല. സ്വർഗത്തിൽ പോക്കുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനായിരിക്കും പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ വരത്തുള്ളൂ. എൻ്റെ മുമ്പിൽ നിങ്ങൾ പോകത്തില്ല, നല്ല ഉറപ്പുണ്ട്. പോകുന്നുണ്ടെങ്കിൽ, പോകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അതൊക്കെ അവിടെ അത് പ്രോജക്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിലൊന്നും എനിക്ക് വിഷയമില്ല. അങ്ങനെ ചിന്തിച്ചു പോകാം, ഇയാൾ സ്വർഗത്തിനെതിരാണ്. ഞാൻ അത് പറയാൻ കഴിച്ചാൽ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കൽ തലയിൽ കയറുന്ന കാര്യം എന്ന് പറയുമ്പോൾ സ്വർഗം 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 സാധനമാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുന്നത് ആരെയും കുഴപ്പമില്ല. നമുക്ക് അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ ദൈവരാജ്യം ഉണ്ട്, പിന്നെ എന്തുണ്ട്? പിന്നെ സ്വർഗരാജ്യമുണ്ട്. അങ്കിൾ പറഞ്ഞു, അങ്കിൾ പേടിക്കാനില്ലാത്തതുകൊണ്ട് അങ്കിൾ പറഞ്ഞു. അങ്കിൾ കാരണം പള്ളിയുടെ ട്രഷറർ അങ്കിൾ ആയതുകൊണ്ട് അങ്കിൾ എന്തും പറയാം. കാരണം പണപ്പെട്ടി എവിടെയാണല്ലോ ഇരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അത് പറയാൻ ഇത്തിരി വിഷമമുണ്ടായിരുന്നു. രണ്ട് ഐഡിയോളജിയാണ്. സ്വർഗരാജ്യം അങ്ങനെ, ദൈവരാജ്യം ഇങ്ങനെ, അതിങ്ങനെ അങ്ങനെ. പിന്നെ നമ്മൾ ജിംനാസ്റ്റിക്കായി, അതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങി കറക്കി കുത്തി താഴെ വന്നു. ആളുകളെല്ലാം കൺഫ്യൂഷനായി. 2-3 വാക്യം വായിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ തീർക്കണം. 5-10 മിനിറ്റ് കൂടി ഞാൻ എടുക്കത്തില്ല. വായിക്കാം നമുക്ക്. ഇത് രണ്ടും രണ്ടാണോ എന്നൊരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. വായിക്കാം നമുക്ക്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം. മത്തായി 4:17 ഒരാൾ എടുക്കുക. ഒരാൾ മർക്കോസ് 1:15 കൂടി എടുക്കുക. ഒരാൾ മർക്കോസ് 4:17, ഒരാൾ മത്തായി 4:17, ഒരാൾ മർക്കോസ് 1:15 എടുക്കുക. മത്തായി 4:17 വായിച്ചോ. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ആര് പ്രസംഗിച്ചു തുടങ്ങി? യേശു പ്രസംഗിച്ചു. യേശു എന്ത് പ്രസംഗിച്ചു? സ്വർഗരാജ്യം. മലയാളം ഓക്കെ എന്ന് എനിക്ക് ഓക്കെ ഫൈൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന ആര് പ്രസംഗിക്കാൻ തുടങ്ങി? യേശു പ്രസംഗിക്കാൻ തുടങ്ങി. ഇനി മർക്കോസ് 1:15 വായിച്ചോ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിപ്പീൻ. സെയിം കോണ്ടെക്സ്റ്റ്, സെയിം പ്രസംഗം. മത്തായി എന്ത് പറയാണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് എന്ത് പറയുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒറ്റ സാധനമാണ്. ഇനി നോക്കാം നമുക്ക്. ഇനി മത്തായി സുവിശേഷം 13-ാം അധ്യായം 31-32. മത്തായി 13:31-32. ഞാൻ പറഞ്ഞില്ലേ എന്തേലും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടായി പറയുന്നത്. ഇനിയിപ്പോൾ എനിക്കല്ലേ വിഷമമുള്ളൂ. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ വിഷമം ഞാൻ തവിച്ചോളാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 31-32 വായിച്ചോളൂ. മത്തായി 13. മത്തായിയിൽ വായിക്കുക. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. കർത്താവ് പറയാണ് സ്വർഗരാജ്യം എങ്ങനെയാണ്? കടുകുമണിയോട് സദൃശ്യം. ഇനി അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. മതി. അപ്പൊ കടുകുമണിയുടെ ഉപമ എന്ന് പറഞ്ഞ സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യം? കടുകുമണിയോട് സദൃശ്യം. മത്തായി വായിക്കുന്ന മർക്കോസിന് ശേഷം 4-ാം അധ്യായം 30-31. മർക്കോസ് 4:30-31. മർക്കോസ് 4:30-31. ഞാൻ സമയം ഇതും നോക്കിയാണ് പോണത്. മർക്കോസ് 4:30-31 വായിച്ചോളൂ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കാം? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അപ്പൊ കർത്താവ് ഒരിടത്ത് എന്ത് പറഞ്ഞു? ഒരേ യോഗത്തിൽ പ്രസംഗിച്ച ഒറ്റ യോഗമാണ്. ഒറ്റ യോഗത്തിൽ കർത്താവ് പ്രസംഗിക്കുകയാണ്, ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം എന്ന് ആര് പറയുന്നു? മർക്കോസ് എഴുതുമ്പം മത്തായി എഴുതുകയാണ് സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. ഒരേ കടുകുമണിയുടെ പ്രസംഗമാണ്. പക്ഷെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ഒരെണ്ണത്തിനകത്ത് എന്തായി പോയി? ഒരെണ്ണത്തിനകത്ത് സ്വർഗവും ഒരെണ്ണത്തിനകത്ത് ദൈവമായി പോയി. വായിക്കാം നമുക്ക്. ഇനിയും വായിക്കാം. ലൂക്കോസ് 6:20 വായിക്കാം. ലൂക്കോസ് 6:20 വായിച്ചേ. ലൂക്കോസ് 6:20 വായിച്ചേ.
ലൂക്കോസ് 6:20 എന്ന് വായിച്ചു. ഞാൻ ഇങ്ങനെ ഒരു വേണേൽ ഒരു 35-40 വാക്യം തരാം. ഞാൻ പറഞ്ഞത് വളരെ മെനക്കെട്ടാണ് ഈ സാധനം എല്ലാം നമ്മൾ കണ്ടെത്തിയതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വായിക്കാം. നമ്മൾ മീൻസ് ലൂക്കോസ് 6:20 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 6:20 നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ള. ആര് പറയാണ്? ലൂക്കോസ് പറയണം, ദരിദ്രന്മാരെ, നിങ്ങൾക്ക് ദൈവരാജ്യം നിങ്ങളെ പോലെ ഉള്ളവർക്കാണ്. ഇനി വായിക്കാം മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 3-ാം വാക്യം. മത്തായി 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായി പിന്നെയും പറയാം എന്തുവാ? സ്വർഗരാജ്യം അവർക്കുള്ളത്. ആർക്ക്? ദരിദ്രന്മാർക്ക്. ആത്മാവിൽ ദരിദ്രന്മാർക്ക്. ലൂക്കോസ് പറയാൻ എന്താണ്? ദൈവരാജ്യം. സോ ഒരേ സബ്ജക്ട് ഒരേ പ്രസംഗിക്കുമ്പം മത്തായി അവിടെ എന്ത് പറയുന്നു? സ്വർഗരാജ്യമെന്നും ലൂക്കോസ് അവിടെ എന്ത് പറയുന്നു? ദൈവരാജ്യം എന്ന് ഉപയോഗിക്കും. വായിക്കാം നമുക്ക് മത്തായി 6:33. മത്തായി 6:33. മത്തായി 6:30 നമ്മൾ നേരത്തെ വായിച്ചു വാക്യം. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, ഇതൊക്കെയും കിട്ടും. അപ്പൊ രാജ്യവും നീതി അന്വേഷിക്കാനായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ആ വാക്യം. ഞാൻ എന്റെ പാരലൽ എന്ന റോമാലേഖനം 6:14-17 അത് കണക്ട് ചെയ്യാണ്. ഞാൻ 1-2 വാക്യം എക്സ്ട്രാ വായിക്കേണ്ടത്, ഞാൻ അത് പോകുന്നില്ല. മത്തായി 6:33 നിങ്ങൾ എഴുതി വെച്ചാൽ മതി. റോമർ 14-17 മാറ്റി വെക്കാം. മത്തായി 5:3 എന്ന് വായിക്കാം. മത്തായി 5:3. മത്തായി 5:3 സോറി, മത്തായി 5:3 വായിച്ചാൽ മത്തായി 10:7 വായിക്കാം. മത്തായി 10:7. 2-3 വാക്യം വായിച്ചാലേ പറ്റുള്ളൂ കൊണ്ട് വായിക്കണം. മത്തായി 10:7 വായിക്കാം. നിങ്ങൾ പോകുമ്പം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ഘോഷിപ്പി. അപ്പൊ എന്താ പ്രസംഗിക്കുന്നത്? മത്തായിയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പോകും എന്ത് പ്രസംഗിക്കണം? സ്വർഗരാജ്യം എന്ന് എന്ത് ചെയ്യണം? സ്വർഗരാജ്യം നിങ്ങൾക്ക് സമീപിച്ചെന്ന് വേണം എന്ത് ചെയ്യാണ്ട് പ്രസംഗിക്കാനെന്ന് പറയുന്നു. ലൂക്കോസ് 9:2. ലൂക്കോസ് 9:2. ലൂക്കോസ് 9:2. ലൂക്കോസ് 9:2. ദൈവരാജ്യം പ്രസംഗിപ്പാനും. എടാ എന്താ പ്രസംഗിക്കേണ്ടത്? മത്തായിക്കാരൻ പറയുന്നത് പറയണം, നിങ്ങൾ സ്വർഗരാജ്യം പ്രസംഗിക്കണം. ലൂക്കോസ് എന്താ പറയുന്നു? നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം. ഓക്കെ, വായിക്കാം നമുക്ക്. മത്തായി 19:23-24. മത്തായി 2 വാക്യോട് വായിച്ചു അവസാനം. മത്തായി 19:23-24. മത്തായി 19:20. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ അതെ പ്രയാസം തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, കേട്ടോ? ആദ്യം എന്ത് പറഞ്ഞു? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണ്. അടുത്ത സെന്റൻസ് പറയാൻ, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിൽ കടക്കുന്നത് ഏറെ എളുപ്പം. ഇനി മർക്കോസ് 10-ാം അധ്യായം 23-24-25. മത്തായി 10-ന്റെ മർക്കോസ് 10:23-24-25. മർക്കോസ് 10:23-24-25. മർക്കോസ് 10:23-24-25 വായിച്ചു ക്ലോസ് ചെയ്യാം. പറഞ്ഞു. അപ്പൊ അവിടെ വരുമ്പോ എന്തായി? ദൈവരാജ്യമായി. ആര്? ലൂക്കോസ് എഴുതുമ്പോ ദൈവരാജ്യമായി. നമുക്ക് ഇനി 18-ാം മനസ്സിലേക്ക് ഏതാ നമ്മൾ എടുത്തത്? ഇപ്പം മർക്കോസ് 10-ന്റെ. ലൂക്കോസ് 18 എടുക്കുക. ലൂക്കോസ് 18 എടുത്ത് സെയിം സാധനം. ലൂക്കോസ് 18 എടുത്ത്. ലൂക്കോസ് 18:24-25. ലൂക്കോസ് 18:24-25. ലൂക്കോസ് 18:24-25. ലൂക്കോസ് 18:24-25. എത്ര പ്രയാസം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മത്തായി കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുമ്പോ എന്താ പറയുന്നത്? സ്വർഗരാജ്യം, 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 സ്വർഗരാജ്യം. ഒറ്റ പ്രസംഗമാണ്. ആരെല്ലാം എഴുതുന്നത്? മത്തായിയും മർക്കോസും ലൂക്കോസും ഒരേ പ്രസംഗത്തെ കുറിച്ചാണ് സുവിശേഷം പരാമർശിക്കുന്നത്. പക്ഷെ മത്തായി എഴുതി വരുമ്പം അവിടെ എന്തുപയോഗിക്കുന്നു? സ്വർഗരാജ്യം എന്ന വാക്ക് സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നു. അതേ പ്രസംഗത്തെ പറ്റി മർക്കോസോ ലൂക്കോസോ എഴുതുമ്പോൾ എന്തുപയോഗിക്കുന്നില്ല? സ്വർഗരാജ്യമെന്ന് ഉപയോഗിക്കുന്നില്ല. എന്താണ് ഉപയോഗിക്കുന്നത്? ദൈവരാജ്യമെന്ന് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും രണ്ട് പ്രസംഗമല്ല. അതിനർത്ഥം ഒറ്റ കാര്യമുള്ളൂ, ഒരേ സാധനം രണ്ട് രീതിയിൽ എഴുതാണ്. എന്താ എഴുതാൻ കാര്യം? നിങ്ങളെല്ലാം വലിയ തിയോളജിക്കാരല്ലേ? നിങ്ങളിപ്പോൾ കുറെ കാലം 10, 300, 700 ക്ലാസ് അങ്ങ് ഉണ്ടായി. ഇപ്പം അതിന് വല്ല ഗുണം എന്തോ മത്തായി എഴുതാൻ കാര്യം? മത്തായി സ്വർഗം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്.
നമ്മുടെ കൂട്ട് രക്ഷിക്കപ്പെട്ട നാളെ സ്വർഗത്തിൽ പോകാൻ നടക്കുന്ന ആളായതുകൊണ്ടാണ് മത്തായി എഴുതിയത്. 2-3 നിമിഷം കൂടി എടുക്കാം നമുക്ക്. ലൂക്കോസ് 15:21 വായിച്ചോ. ലൂക്കോസ് 15:21. ലൂക്കോസ് 15:21. ലൂക്കോസ് 15:21. വീട്ടിലിരിക്കുന്നവര് വായിച്ചോ. ലൂക്കോസ് 15:21 വായിച്ചു. മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ആ വാക്ക് നോക്കിക്കേ. മുടിയൻ പുത്രനായ മനുഷ്യൻ തിരിച്ചു വരുമ്പം മകൻ പറയാണ്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും. അത് തെറ്റാണ് വാക്ക്, ശരിയല്ലേ? എന്താ പറയണേ? സ്വർഗത്തോടും നരകത്തോടും എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല അതിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത്. അല്ല, നിന്നോടും സ്വർഗം എങ്ങനെ അത് എങ്ങനെ നോക്കണം അതിനകത്ത്? അപ്പൊ ഇവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇനി ഒരു വാക്യോട് തരാം, ഒരു വാക്യോട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചില്ലെങ്കിൽ മോശം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 23, 24 വാക്യോട് വായിച്ചേ. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിച്ചേ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 23 വാക്യോട് വായിച്ചേ. മത്തായി 21-23 വാക്യം വായിക്കാം. ആര്? യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പം മഹാപുരോഹിതന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? യേശുവിനോട് ചോദിച്ചു. ഓക്കെ, ഈ അധികാരം നിനക്ക് തന്നത് ആരാണെന്ന് ആരോട് ചോദിച്ചു? യേശുവിനോട്. മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം കൂടെ ചോദ്യം തുടങ്ങി. ഓക്കെ, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിന്നോട്, നീ രാവിലെ ഒരു ചോദ്യം ചോദിക്കാൻ വന്നതല്ലേ, നമുക്കൊന്ന് ചോദ്യം ചോദ്യം കളിക്കാം. പുള്ളിക്കാരൻ ഒരു ചോദ്യം അങ്ങോട്ട്. ചോദ്യം എന്താണ്? വായിച്ചോ. അത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളെല്ലാം കൂടെ ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിന് ഞാനും എന്ത് ചെയ്യാം ഉത്തരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സമ്മതിച്ചു. ശരി, ചോദിക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാന്നുള്ള രീതി രണ്ടുപേരും എന്ത് ചെയ്തു? തീരുമാനമായി. വായിച്ചോളൂ. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ആ ചോദ്യം തന്നെ തെറ്റാണ്. എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? സത്യത്തിൽ എന്താ ചോദിക്കേണ്ടത്? സ്വർഗത്തിൽ നിന്നാണോ നരകത്തിൽ നിന്നാണോ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യന്റെ ആണോ ദൈവത്തിന്റെ ആണോ ചോദിക്കണം? ചോദിക്കണ്ടേ? അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. പക്ഷെ എന്താ ചോദിച്ചത്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യന്റെ ആണോ? അപ്പൊ അവിടെ ബോധപൂർവം ദൈവം എന്നൊരു വാക്കിന് ഇവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? സ്വർഗം 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 എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി വിചാരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, മത്തായി സുവിശേഷം ആർക്ക് എഴുതാൻ നമുക്കറിയാം? യഹൂദിനെ അഡ്രസ് ചെയ്യുന്ന നമുക്കറിയാം. ആ യഹൂദിനെ അഡ്രസ് ചെയ്ത് ഞാനിത് ഈ ഇടയ്ക്ക് ഞാനൊരു തെറിവിളി കേട്ടിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കും. ഒരു യഹൂദന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു 10-24,000 പേര് അതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ കയറി ഒരു ലേഖനം എഴുതിയപ്പം ഒരുത്തൻ താഴെ, ദൈവം എന്ന് എഴുതരുത്, ദൈവത്തിന് പേരുണ്ടാവേ, യാഹു എന്ന് എഴുതണമെന്ന് പറഞ്ഞോട്. ഇങ്ങനെ ചുമ്മാ ഗോഡ് എഴുതി കളയാൻ തെണ്ടിത്തരോ, നിങ്ങൾ അങ്ങനെ എഴുതാം, അത് മോശമാണ്. എന്നെ പുള്ളി പിന്നെ എഴുതാൻ തുടങ്ങി വാക്കി തിരിച്ചും തിരിച്ച് പുള്ളി കയറ് പിരിയുന്ന പിരിയുക പുള്ളി. ഞാൻ പറയണ്ട, മനസ്സിലായി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പല ഗ്രൂപ്പിന് എഴുതിയപ്പം നിങ്ങളുടെ കൂടുതൽ എഴുതിയെന്നുള്ളൂ. ഞാൻ വാക്ക് റീപ്ലേസ് അല്ല. അങ്ങനെ എഴുതരുത്, അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം അവന്റെ ഒരു മൈൻഡ് സെറ്റിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഈ 21-ാം നൂറ്റാണ്ടിലും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം ഞാനൊരു സാധനം അവൻ ഡിലീറ്റ് ചെയ്ത് വിട്ടു. എൻ്റെ സാധനം അവൻ ഡിലീറ്റ് ചെയ്ത സാധനം ഞാൻ പിന്നെ അവസാനം അത് അവന് വേണ്ടി എന്ത് ചെയ്തു? അത് റീസെറ്റ് ചെയ്ത് അത് കൊടുത്തു. ഞാൻ പറയാൻ കാര്യം വെച്ചാല് ഈ നൂറ്റാണ്ടിലും ചില പദപ്രയോഗങ്ങൾ ആർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? യഹൂദന് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ഓഡിയൻസോട് പറയുമ്പോൾ ചുമ്മാ ചാടിക്കരുത്. ദൈവം 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 എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ ദൈവത്തിന് പകരം എന്താക്കി വെച്ചതേ ഉള്ളൂ? സ്വർഗമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ടെക്നിക്കലിയും ബിബ്ലിക്കലും രണ്ടും എന്താണ്? ഒന്നാണ് എന്ന് പറഞ്ഞോളൂ. ഞാൻ സ്വർഗമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പിടിക്കില്ലേ. ഞാൻ അതിന്റെ പുറകെ ഒന്നുമല്ല. വേദപുസ്തകത്തിൽ ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ടല്ല, മറിച്ചെന്ന് രണ്ടും ഒന്നാണ്. ഓക്കെ, അവിടെ ആരാണ് രാജാവ്? ദൈവരാജാവ്. എവിടെയാണ് രാജാവ്? സ്വർഗത്തിലിരിക്കുക. നമ്മളെവിടെയാണ്?
ഭൂമിയിലാണ്. എന്തിനാണ് ആക്കി വെച്ചേക്കുന്നത്? അംബാസഡറായിട്ട് വെച്ചേക്കുക. എന്തിനാ അംബാസഡർ പണി എന്താ? സ്വർഗത്തിലിരിക്കുന്ന പുള്ളി നമുക്കൊരു കാര്യം പറഞ്ഞു, നാട്ടിൽ എന്ത് ചെയ്യാൻ പറയാനാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. അപ്പം അവിടെ 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 ഉപയോഗിക്കുന്ന ഞാൻ ടെക്നിക്കൽ വാക്ക് രണ്ടും പറഞ്ഞ രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം പാരാകലറ്റോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പാരാകലന്റൂസ് മീൻസ് അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ വാക്കെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2-3 അർത്ഥങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അർത്ഥം പറഞ്ഞാൽ ഒരു ലീഗൽ ടേംസിനകത്ത് ഒരു അപ്പീലാണ്. എന്താണ് അപ്പീല്? ലീഗലി എന്താണ് അപ്പീല്? ലീഗലി എന്താണ് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലീഗലി? നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും കേസുമായിട്ട് ഒരു പരിചയമില്ലാത്തതുകൊണ്ട്, എനിക്ക് പിന്നെ അതുകൊണ്ട് നല്ല പരിചയമുള്ളതുകൊണ്ടും കുഴപ്പമില്ല, എനിക്ക് അതേ ഉള്ളൂ, പണിയില്ല. എന്താണ് അപ്പീല്? അങ്ങനെ എന്താണ് അപ്പീല്? ഒരു കോടതി കയറി നിന്നു, വിധി ആർക്കെതിരായി? നമുക്കെതിരായി. എന്താ വിധി? പിടിച്ച് അകത്തിടാൻ പറഞ്ഞു. എത്ര വർഷത്തേക്ക്? ഒരു 5 വർഷത്തേക്ക് അകത്തിട്ടോളാൻ പറഞ്ഞു. അന്നേരം അതിന് താഴെ ഒരു സാധനം കൂടി എഴുതി വെച്ചു, വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പീലിന് പോവാം. എത്ര ദിവസം കൊണ്ട്? 30 ദിവസം കൊണ്ട്. ഈ 30 ദിവസമുള്ള അപ്പീലിന് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അകത്ത് പോകും. അപ്പൊ ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് ഒരു അപ്പീൽ ഇട്ടു. എന്താ അപ്പീല്? ദൈവത്തോട് വേണമെങ്കിൽ ഇപ്പം നിരന്നോളൂ, പണിയെല്ലാം തീർന്നിട്ടുണ്ട്, ദൈവം ഇതെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, ദൈവം ഇതെല്ലാം മറന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? നിരന്നു നിന്നാൽ നിനക്കെതിരെയുള്ള ഇപ്പം വരെ ഈ നേരം വരെയുള്ള സകല സാധനവും മായ്ക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് താല്പര്യമുണ്ടെന്ന മെസ്സേജ് പറയാനായിട്ട് വെച്ചു. ഞാൻ വാ തുറന്ന ഇത് പറയത്തില്ല. എനിക്കിതിന് നേരവുമില്ല. ഞാനിങ്ങനെ വിശുദ്ധിയും വേർപാടും കളിച്ച് ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തെക്കും വടക്കും നടക്കുക. എന്തിനാ? വെള്ളയുടുപ്പൊക്കെ തയ്പ്പിച്ചിട്ട് നടക്കുക, കാലുമൊക്കെ തേച്ച് കഴുകി നടക്കുക. എന്തിനാ? കാഹളം നാളെ രാവിലെ ധ്വനിക്കും, ഞാൻ ഇവിടുന്ന് പോകും. നല്ല കാര്യം. പക്ഷെ നിന്നെ ഏൽപ്പിച്ചൊരു ദൂതുണ്ട്. ആ ദൂതെന്താ അറിയാമോ? ദൈവം ലോകമേ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അപ്പീൽ കോൺസെപ്റ്റ് സംസാരിക്കാൻ എന്നെയും നിങ്ങൾ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിനകത്ത് പറഞ്ഞു തീർക്കാനാണ് നിന്നെയും എന്നെയും പാലക്കാട് നിർത്തിയേക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട് നിർത്തിയേക്കുന്നത്, അല്ലെങ്കിൽ ദുബായിൽ നിർത്തി. എന്തിനാന്ന് പറയുമ്പോൾ അവിടെ നിന്നെ ആക്കുന്നതിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നമുക്ക് എതിരെ വരുന്ന, കാരണം നാം സംസാരിക്കുന്ന ആ പ്രൊജക്ടിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ അവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് പറയാം. ഇന്ന് നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുമെന്ന് വിചാരിക്കുക. യുദ്ധം ഉണ്ടാകുന്നു. പാകിസ്ഥാനിൽ ഇപ്പം ഒരു 20 കോടി ജനമുണ്ടെന്ന് വിചാരിക്കുക. പാകിസ്ഥാനെ പിടിച്ചടക്കുന്നത് ഇവിടുത്തെ പട്ടാളക്കാരെ കൊണ്ട് ചെന്നാൽ ആ 20 കോടി ജനത്തെയും വെടിവെച്ച് കൊന്നിട്ടാണോ പാകിസ്ഥാൻ പിടിക്കുന്നത്? അല്ല. എന്താ പിടിക്കുന്നത്? മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു, അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ ജനറൽമാർ 5-8 പോയി, 4 പാലം പോയി, ആകെ സീനായി. അപ്പൊ എന്ത് അവര് സറണ്ടറായി. പാകിസ്ഥാൻ നമ്മൾ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അല്ലെ? അടുത്ത പ്രോസസ് എന്താണ്? ഇന്ത്യയിൽ നിന്നൊരു ഒരു ഗവേണിംഗ് സിസ്റ്റം എങ്ങോട്ട് പോകും? പാകിസ്ഥാനിലേക്ക് പോകും. അവിടെ എന്താവും? നമ്മുടെ നിയമം അവിടെ ഇംപ്ലിമെന്റ് ആകും, നമ്മുടെ ചട്ടങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ആകും, നമ്മുടെ സംസ്കാരം അവിടെ എന്ത് ചെയ്യും? വ്യാപരിക്കും. ക്രമേണ പാകിസ്ഥാൻ ആരുടെ ഭാഗമായി മാറും? ഇന്ത്യയുടെ ഭാഗമായിട്ട് ലയിക്കും. ആ പ്രോസസ് ആരെ ഏൽപ്പിച്ചേക്കുക? അവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്ന ഈ പറയുന്ന ഗവേണിംഗ് സിസ്റ്റത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. പറയുന്നത് പോലെ തന്നെ കാൽവറിയുടെ കുലക്കളത്തിൽ ജയോത്സവം കൊണ്ടാടി അവസാനിപ്പിച്ചൊരു യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ നിർത്തിയേക്കുന്നത് എന്താ പറയുമോ? ഈ സന്ദേശം പ്രസംഗിക്കുക. എന്താ പറയുമോ? യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ദൈവമായിട്ടുള്ള വിരോധം അവസാനിച്ചിരിക്കുന്നു, ദൈവം നമ്മൾ നിരന്നിരിക്കുന്നു. ഇനി എന്താണ്? കീഴടങ്ങി ഇങ്ങോട്ട് വന്നാൽ നിനക്ക് ഈ രാജ്യത്തിന്റെ അംഗമായിട്ട് ജീവിക്കാമെന്നും ഈ രാജ്യത്തെ നിനക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ ഈ രാജ്യത്ത് അവൈലബിൾ ആണെന്നും കൂടെ സംസാരിക്കാണ് എന്നെ നിന്നെ എന്ത് ഏൽപ്പിച്ചേക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന അറിയുമോ? യുദ്ധമൊന്നും അവസാനിച്ചിട്ടില്ല, മുഴുവൻ ലോകവും പിശാചിന്റെ കയ്യിൽ കിടക്കുവാണ്. ഇനി ഒരു യുദ്ധം കൂടെ ഉണ്ട്. ആ യുദ്ധത്തിൽ മാത്രമേ അവസാനത്ത് ജയിക്കത്തുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ 100% ആ കോൺസെപ്റ്റ് എനിക്കും നിനക്കും മാത്രമല്ല ദൈവത്തിന്റെ കാൽവറിയിലെ പ്രോജക്റ്റിനും കൂടെ എതിരാണ്. പറയുന്നില്ല, ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പൊ എന്നെ നിങ്ങൾ ആക്കി വെച്ചേക്കുന്നതിനാ? യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഈ രാജ്യം മൊത്തം ആരുടെ കീഴിലായിരിക്കുന്നു? ദൈവത്തിന്റെ കാൽ കീഴിലായിരിക്കുന്നു. ദൈവമാണ് സകലത്തിനെയും വാഴുന്നത് എന്ന് പറയാനാണ് എന്നെ നിങ്ങൾ. ഒരു വാക്യോടെ വായിച്ചില്ലെങ്കിൽ അവ ശരിയാകാത്തതുകൊണ്ട് 2 വാക്യം വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ.
ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ 1-2 വിശ്വാസങ്ങൾ മാത്രം പറഞ്ഞ ക്ലോസ്. സമയം ഒരുപാട് എടുത്ത് ഞാനത് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി തൊട്ട് പോയതിന് അങ്ങനെ പോയതാണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയുന്നത് ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റാണ്. എനിക്ക് തൊടാൻ ഒത്തിരി ബുദ്ധിമുട്ട്. വായിച്ചോളൂ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ അതിന് മുകളിൽ താഴുന്ന ദിവസത്തിൽ ഞാനത് മലയാളത്തിൽ വായിച്ചിട്ട് എഴുതേണ്ടതായിരുന്നു പല വാക്യങ്ങളും. ഓക്കെ, ഇത് ഒരു പാരഗ്രാഫ് വരുമ്പോൾ അപ്പുറം. ഓക്കെ, കിട്ടിയില്ല. 15-3 എടുത്തേ. വലിയൊരു ബുദ്ധിമുട്ട്. ഞാനിത് വാക്യങ്ങൾ എഴുതുന്ന സമയത്ത് അത് മലയാളം ബൈബിളോട് നോക്കിയിട്ട് എഴുതിയാൽ ചിലപ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തുള്ള സാധനങ്ങളുടെ വ്യത്യാസം വരും. ചെറിയ അടുത്തൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ വന്നു. വായിച്ചോളൂ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ. ഇംഗ്ലീഷിൽ വന്ന് യു ആർ ദ കിങ് ഓഫ് ഓൾ ദ നേഷൻസ്, സകല രാജ്യങ്ങളുടെയും മഹാരാജാവേ. 2 വാക്യോടെ വായിച്ചിട്ട് ക്ലോസ് ചെയ്യാം. തിമോത്തിയോസ് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. 1 തിമോത്തിയോസ് 1:17. 1 തിമോത്തിയോസ് 1:17. 1 തിമോത്തിയോസ് 1:17. 1 തിമോത്തിയോസ് 1:17. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. എത്ര കാലത്തേക്ക് ദൈവമാ? നിത്യദൈവമായ. ഓക്കെ, ഒരു വാക്കിട്ട് വായിക്കാം. 1 പത്രോസ് 5:11. 1 പത്രോസ് 5:11 അവസാനിപ്പിക്കുന്നു. 1 പത്രോസ് 5:11 വായിക്കാം. 1 പത്രോസ് 5:11. 1 പത്രോസ് 5:11. ആഹാ, അത്രേ ഉള്ളൂ. അതിന് മുകളിൽ വാക്യം വായിച്ചു. ഫൈൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് വേർഷൻ എന്താ എഴുതി വെച്ചേക്കണത്? ഞാൻ ഇന്നും ഭയങ്കര രസമാണ്. എൻ്റെ വാക്യങ്ങളുടെ സെലക്ഷൻ എല്ലാം അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചിട്ടോ എന്ന് എടുത്ത് നോക്കിയാൽ 1:17. 1 തിമോത്തിയോസ് 1:17 അല്ലേ? അല്ല, ഏതാണ്? 1 പത്രോസ് 5:11. ഓക്കെ, 5:11. ഐ ഡോണ്ട് നോ. ഞാൻ എഴുതുക. ഒന്നത് ഈ വേർഷൻസ് തന്നെ 16,000 വേർഷൻസും ഉണ്ട്. Okay, fine. To whom be the glory and the dominion forever. Dominion means എന്താണ്? വാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് സകലത്തിന്മേലുമുള്ള വാഴ്ചയുള്ളതെന്നുള്ള 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസി പ്രസംഗിച്ചതും വിശ്വസിച്ചതുമായ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആശയത്തിൽ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം അല്ലെ കഴിഞ്ഞ ഒരു 20 വർഷം, കഴിഞ്ഞൊരു 30 വർഷം അല്ലെ 15 വർഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതികഠിനമായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും ജീവൻ നഷ്ടപ്പെട്ടു പോകാമെന്ന് വരെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടും ദൈവം നമ്മളെ പിന്നെ നിർത്തിയത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കൊണ്ട് ദൈവത്തിന് ഇനിയും എന്തുണ്ട്? ചില മെസ്സേജുകൾ പ്രസംഗിക്കാനുണ്ട്. ആ രാജ്യത്ത് അല്ലെങ്കിൽ ആക്കി വെച്ചിരുന്ന പ്രദേശത്ത് ദൈവം നമ്മളെ ഇനിയും എന്ത് ചെയ്യാണ്? ഉപയോഗിക്കാനുണ്ട്. ആ ഉപയോഗിക്കേണ്ട ജോലി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം സകലത്തിനും മഹാരാജാവായി വാഴുന്നുള്ള സന്ദേശം പ്രസംഗിക്കാനാണ് എന്നെയും നിങ്ങളെയും പിന്നെയും ജീവനോടെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത്. അത് പ്രസംഗിക്കാൻ എത്ര പേർക്ക് താല്പര്യമുള്ള കാര്യം ഇന്ന് പകൽ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കണം. ദൈവം നമ്മളെ വിളിക്കനുസരിച്ച് ഈ അംബാസഡറിന്റെ പൊസിഷൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാണ്. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചതും അതൊക്കെ നന്ദിയുള്ളവരുമാണ്. എന്നാൽ ഒരു കാര്യം മറന്നുപോയി, പല സമയത്തും ദൈവം നമ്മൾ ആക്കി വെച്ച ജോലി നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ കൃത്യമായി ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മൾ ആക്കി വെച്ച് എന്ത് പദ്ധതിക്കാണ് ആവശ്യം, എന്ത് സന്ദേശമാണ് നാം കൊടുക്കുന്നത്? ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകൽ നമ്മളെ വിളിച്ചാൽ 100% തിരിച്ചു പോകാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നാം തിരിച്ചു പോയേ പറ്റുകയുള്ളൂ. ആ പോകുന്ന സമയത്ത് 100% നമ്മൾ ആക്കി വെച്ച പദ്ധതി ചെയ്ത് തീർത്തിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്ന് പകൽ ഒരു ഉറപ്പ് വാങ്ങിക്കാൻ പറ്റിയാൽ അവിടെയാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ജീവിതം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, 60, 80, 100 വർഷം ദീർഘമായി ജീവിച്ചു എന്നുള്ളത്, മറിച്ച് ആക്കി വെച്ച സമയത്ത് കൃത്യമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അംബാസഡർ പദ്ധതി സകല നന്മകളും അനുഭവിക്കുമ്പോൾ തന്നെ ആക്കി വെച്ചിടത്ത് ആ പദ്ധതി നമ്മൾ ചെയ്ത് തീർത്തിട്ടാണോ പോകാൻ റെഡിയാകുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് പകൽ എന്ത് ചെയ്യണം? ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ
കാഹളം ധ്വനിക്കുമ്പോൾ പോയേക്കാം എന്നുള്ളതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ നാം എന്ത് ചെയ്തു തീർത്തു? ഈ പാലക്കാട് ഞാൻ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഞാൻ എന്നെ ആക്കി വെച്ച ഈ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എന്നെ ആക്കി വെച്ചതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ഭാഗത്ത് ഉണ്ടായെന്നുള്ള കാര്യം ഇന്ന് പകൽ ആലോചിച്ചാൽ വളരെ നന്നായിരുന്നു. നമ്മളൊക്കെ ഒരുങ്ങാൻ തയ്യാറുള്ള, എന്തിനു ഒരുങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുക എന്താണ് നാം ചെയ്തു തീർത്തിട്ട് നമുക്ക് ഒരുങ്ങാം. അത്യാവശ്യ കാര്യങ്ങൾ തീർന്നെങ്കിൽ ഒരുങ്ങിക്കോളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനും ആ പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ലഭ്യമാകാനുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കാനും മനസ്സെത്തിയിട്ട് ഒരുക്കമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം നമ്മളെ പരിപാലിക്കുന്നതിന്, ദൈവം നമ്മളെ കാക്കുന്നതിന്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനൊക്കെ നന്ദിയുള്ളവരായി നിൽക്കുന്നതിനൊപ്പം തന്നെ ദൈവം ഏൽപ്പിച്ച പദ്ധതി ഈ ആഴ്ചയിലും ഈ മാസത്തിലും വരും ദിവസങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാനായിട്ടും ആ ഒരു ഇമ്പാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ദൈവം സകല സംവിധാനങ്ങൾക്ക് ഇത് മഹാരാജാവായി വാഴുകയാണെന്ന സന്ദേശം പ്രസംഗിക്കാനും ഒക്കെ ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അങ്ങനെ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.